ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. ഈ യോഗത്തിൻ്റെ സംഘാടകർ എനിക്ക് സംസാരിക്കാൻ തന്നിട്ടുള്ള വിഷയം എന്ത് നല്ലോർ സഖി യേശു എന്നുള്ളതാണ്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. 1855 ജോസഫ് എം സ്ക്രിവൺ എന്ന മനുഷ്യൻ കാനഡയിൽ ഇരുന്നു കൊണ്ട് അയർലൻഡിലുള്ള തൻ്റെ മാതാവിനെ ആശ്വസിപ്പിക്കുവാൻ എഴുതി അയച്ച ഒരു കവിതയാണ് വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ളത്. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്നേഹിതനെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് പരിചയപ്പെടുത്തി കൃത്യസമയത്തിരിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 17-ാം അധ്യായത്തിൻ്റെ 17-ാമത് വചനം വായിക്കുന്നു. സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായിത്തീരുന്നു. സ്നേഹിതൻ എന്നുള്ളിടത്ത് യേശു എന്ന് ചേർത്ത് ഞാൻ വായിച്ചോട്ടെ. യേശു എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് യേശു സഹോദരനായിത്തീരുന്നു. നമുക്കെല്ലാവർക്കും ധാരാളം സ്നേഹിതന്മാരുണ്ട്. നാമൊക്കെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, ഇവിടെ ആരെയെങ്കിലും അല്പമെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ എന്തെങ്കിലും കാരണം അതിൻ്റെ പിറകിലില്ലയോ? ആരെങ്കിലും ആരെയൊക്കെ സ്നേഹിച്ചാലും അവരെയെല്ലാം എല്ലാ കാലത്തും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അഥവാ എല്ലാ കാലത്തും സ്നേഹിച്ചാലും ഒരുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നില്ലയോ? സ്നേഹം കൈവിടപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നില്ലയോ? പലപ്പോഴും സ്നേഹം ഉപാധികൾക്ക് വിധേയമല്ലയോ? എന്നാൽ ഇന്ന് രാത്രി വേറൊരു സ്നേഹിതനെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. യേശു ഉപാധികളില്ലാതെ യാതൊരു കാരണവും കൂടാതെ സ്നേഹിക്കപ്പെടുവാൻ യോഗ്യതയില്ലാഞ്ഞിട്ടും സ്നേഹിക്കാൻ കാരണമില്ലാഞ്ഞിട്ടും ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരൊറ്റ സ്നേഹിതനേ ഉള്ളൂ. അത് ദൈവപുത്രനായ യേശുവാണ്. ആ സ്നേഹിതനെ എൻ്റെ സ്നേഹിതനായി കിട്ടിയെന്ന് ഉറപ്പുള്ളവർ ആ സ്നേഹിതനെ കിട്ടിയതിൻ്റെ നന്ദിയോട് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്ക്. ഇത്ര നല്ല ഒരു സ്നേഹിതനെ നമുക്ക് കിട്ടിയല്ലോ. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം വളരെ ലളിതമായി പറയാം. യേശുവിൻ്റെ ജനനത്തിങ്കൽ സ്വർഗത്തിൽ നിന്ന് കേട്ട ഒരു ഗാനമുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് ജനിച്ചത് എനിക്ക് വേണ്ടിയാണ്. വീണ്ടും കൊരിന്ത്യലേഖനം 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ജനിച്ചത് മാത്രമല്ല എനിക്കായിട്ട്, മരിച്ചതും എനിക്ക് വേണ്ടിയാ, ഉയർത്തെഴുന്നേറ്റതും എനിക്ക് വേണ്ടിയാ. വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. അപ്പോൾ അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയതും സ്വന്തം കാര്യത്തിനല്ല, എനിക്ക് പ്രയോജനം ഉണ്ടാകാനാ. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞും സ്വന്തം കാര്യം സുഖപ്പെടുത്തിക്കൊണ്ട് അവിടെ ഇരിക്കുകയില്ല. അവിടെ ഇരുന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന്
എനിക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക അവിടെ. അപ്പൊ അവിടെ ചെന്നിട്ട് എൻ്റെ കാര്യത്തിലാ ശ്രദ്ധ. മാത്രമല്ല, പോകുന്നതിന് മുൻപ് ഉറപ്പ് തന്നിട്ട് പോയി, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർക്കാൻ വീണ്ടും വരാമെന്ന്. അപ്പൊ വരുന്നതും എനിക്ക് വേണ്ടിയാ. ഒന്ന് ചിന്തിച്ചു നോക്കണേ. ജനിച്ചതെനിക്ക് വേണ്ടി, മരിച്ചതെനിക്ക് വേണ്ടി, ഉയർത്തെഴുന്നേറ്റതെനിക്ക് വേണ്ടി, സ്വർഗത്തിൽ പോയതെനിക്ക് വേണ്ടി, അവിടെ ചെന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നത് മാത്രമല്ല, എനിക്ക് വേണ്ടി തിരികെ വരികയും ചെയ്യും. ഇന്ന് രാത്രി വലതുകരം നെഞ്ചത്ത് ചേർത്ത് പിടിച്ചോണ്ടെന്ന് പറയാമോ? എനിക്കായി ജനിച്ച്, എനിക്കായി മരിച്ച്, എനിക്കായി ഉയർത്തെഴുന്നേറ്റ്, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ പോയി, എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്ന യേശു എന്നെ ചേർക്കാൻ മടങ്ങി വരും. അവനാ എന്റെ സ്നേഹിതൻ. ഇങ്ങനൊരു സ്നേഹിതനെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സദൃശ്യവാക്യത്തിന്റെ 20-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും? ലോകത്തുള്ള സ്നേഹിതന്മാരെല്ലാം ഏതെങ്കിലുമൊക്കെ സമയത്ത് ഏതെങ്കിലും വിധത്തിലൊക്കെ നമ്മുടെ ദയ കാണിച്ചിട്ടുള്ളവരാ. യാക്കോബിനോട് ഒരിക്കൽ ദയ കാണിച്ച ആളാ ലാബാൻ. യോസേപ്പിനോട് ഒരിക്കൽ ദയ കാണിച്ചയാളാ പൊത്തിഫേർ. ദാവീദിനെ ഒരിക്കൽ സ്നേഹിച്ചയാളാ അഹീതോഫേല്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇവരാരെങ്കിലും വിശ്വസ്തരായിരുന്നോ? ഇവരെ ആരെയെങ്കിലും നമ്പാൻ പറ്റുമായിരുന്നോ? ഇവരൊക്കെ വല്ലപ്പോഴും ദയ കാണിച്ചെങ്കിലും എപ്പോഴും വിശ്വസിക്കാൻ പറ്റിയ സ്നേഹിതനായിരുന്നോ ഇവരെ? അല്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവെന്ന എൻ്റെ സ്നേഹിതനുണ്ടല്ലോ, വല്ലപ്പോഴും ദയ കാണിക്കുന്ന ഒരു സ്നേഹിതനല്ല. എനിക്കെന്നും വിശ്വസിക്കാം, ഏത് കാര്യം തുറന്നു പറയാം. ഞാൻ വളരെ വിനയത്തോടെ പറയട്ടെ, പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും പലരോടും പറയാൻ പേടിയാ. കാരണം അത് പറഞ്ഞ് നമ്മളെ മുതലെടുക്കും. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശുവിനോട് പറഞ്ഞ നമ്മുടെ എന്തെങ്കിലും ബലഹീനത വെച്ച് നമ്മളെ എന്തെങ്കിലും ചൂഷണം ചെയ്തിട്ടുണ്ടോ? യേശുവിനോട് പറഞ്ഞ ഒരു രഹസ്യം പുറത്ത് പറഞ്ഞ് നമ്മളെ ആക്ഷേപിച്ചിട്ടുണ്ടോ? ഇല്ല. ഏത് പാപവും യേശുവിനോട് പറയാം, ഏത് വേദനയും യേശുവിനോട് പറയാം, ഏത് രഹസ്യം യേശുവിനോട് പറയാം. മനസ്സ് തുറക്കാൻ പറ്റിയ ഒരാളെ ഉള്ളൂ. എന്നും വിശ്വസ്തയോട് നമ്മൾ മനസ്സ് തുറന്നതെല്ലാം സൂക്ഷിച്ചു വെച്ച് നമ്മളോട് ചൂഷണം ചെയ്യാതെ എന്നും അതിൻ്റെ അപ്പുറം നമ്മളെ സ്നേഹിക്കുന്ന ഒരൊറ്റ സ്നേഹിതനേ ഉള്ളൂ. അതാ ദൈവപുത്രനായ യേശു. ഒരിക്കൽ ഒരു ഭക്തൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് 2 കാലിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവിനോട് പറയും, യേശുവേ, എൻ്റെ പാപമെല്ലാം ക്ഷമിച്ചതിന് നന്ദി എന്ന് പറയും. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ യേശു പറയുന്നൊരു മറുപടിയുണ്ട്, സ്നേഹിത, നിൻ്റെ പാപം ക്ഷമിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്, പക്ഷെ അതെന്തായിരുന്നെന്ന് ഞാൻ അന്നേ മറന്നെന്ന് പറയും. മനസ്സിലായോ? നമ്മുടെ പാപം ക്ഷമിച്ചത് യേശു ഓർക്കും, പക്ഷെ നമ്മുടെ പാപങ്ങൾ ഓർമ്മയിൽ വെക്കുന്നവനല്ല യേശു. യഥാർത്ഥ സ്നേഹിതൻ്റെ ലക്ഷണം ദോഷം കണക്കിടുന്നില്ല. ഹി കീപ്സ് നോ റെക്കോർഡ് ഓഫ് ഈവിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷത്തിൻ്റെയും തിന്മയുടെയും കണക്കെഴുതി സൂക്ഷിക്കത്തില്ല. ഒരൊറ്റ കണക്ക് യേശു സൂക്ഷിച്ചിട്ടുള്ളൂ. നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചെല്ലുമ്പം പ്രതിഫലം തരാൻ അതെല്ലാം സ്മരണയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിപരീതമായി ഉണ്ടായിരുന്ന സകല കൈയെഴുത്തും ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് മായിച്ച് കളഞ്ഞ് നമ്മുടെ തിന്മയെല്ലാം ക്ഷമിച്ച് നന്മ മാത്രം ഓർത്തിരിക്കുന്ന ഒരൊറ്റ സ്നേഹിതനേ ഉള്ളൂ. അത് യേശുവാണ്. ആ സ്നേഹിതനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ഈ സ്നേഹിതന്റെ മറ്റൊരു വിശേഷം,
അനർത്ഥകാലത്ത് ഈ സ്നേഹിതൻ ഒരു സഹോദരനായിട്ടങ്ങ് മാറും. എന്ന് പറഞ്ഞാൽ അനർത്ഥം വരുമ്പോൾ ഇട്ടച്ചോടുന്ന സ്നേഹിതനല്ല യേശു. ഇന്ന് രാത്രി യേശുവിനെ പാസ്റ്റർ ബാബുച്ചെറിയാൻ പരിചയപ്പെടുത്തിയല്ലോ. ഈ യേശു നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരനർത്ഥം വരുമ്പോൾ ഇട്ടേച്ചു പോകുന്ന ആളല്ല യേശു. അനർത്ഥകാലത്ത് ഈ യേശു കൂടെ കാണും. യേശു സ്നേഹിച്ച ഒരു കുടുംബമാണ് ബഥാന്യയിലെ ലാസർ, മാർത്ത, മറിയ. ലാസർ ദീനമായി കിടന്നപ്പോൾ യേശു പെട്ടെന്ന് ചെന്നില്ല. ലാസർ മരിച്ചുപോയി. അപ്പോൾ ചുറ്റുപാടുള്ളവരൊക്കെ പറഞ്ഞു കാണും, യേശുവിന് വാസ്തവത്തിൽ നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൻ വന്നേനെയല്ലോ, വെറുതെ പറഞ്ഞതാ, യേശുവിന് സ്നേഹമൊന്നുമില്ല. പലപ്പോഴും പിശാച് ഈ നുണ നമ്മളോട് പറയും. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ പെട്ടെന്ന് മറുപടി കിട്ടാതെ വരുമ്പോഴോ, നമ്മുടെ വേദനയിലൊക്കെ ദൈവം നമ്മെ ഉപേക്ഷിച്ചെന്നും ദൈവം നമ്മെ മറന്നു കളഞ്ഞെന്നും ഒക്കെ പറയുന്നവരുണ്ട്. പക്ഷെ വിശ്വസിക്കരുത്. സമയമാകുമ്പോൾ അനർത്ഥത്തിൽ ഒരു സഹോദരനായി യേശു ഓടി വരുന്നവനാ. യോഹന്നാന്റെ സുവിശേഷം 11-11 അധ്യായം 7 വാക്യത്തിൽ യേശു ശിഷ്യന്മാരോട് പറയുക, ലാസർ മരിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറയുക, വരിക, നമുക്ക് യഹൂദ്യയിലേക്ക് മടങ്ങിപ്പോകാം. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, റബ്ബി, നീ എന്തോ പറയുന്നേ? യഹൂദ്യയിലേക്ക് പോകുകയെന്നോ? വേണ്ട, അവർ നിന്നെ കല്ലെറിയാൻ കാത്തിരിക്കുകയാണ്. ഇത് അപകടമാ. വീണ്ടും യഹൂദിയിലേക്ക് പോകുന്നത് അപകടമാണ്. റബ്ബി, നീ പോകരുത്. പക്ഷെ യേശു പറഞ്ഞ മറുപടി അറിയാമോ? ഇല്ല, നമ്മുടെ സ്നേഹിതൻ ലാസർ ഉറങ്ങുന്നു, എനിക്ക് അവനെ ഉണർത്താൻ പോണം. യഹൂദയിലുള്ളവര് കല്ലെറിയാൻ നിൽക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. എനിക്കെന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ളതല്ല യേശുവിന് പ്രശ്നം. തൻ്റെ സ്നേഹിതനൊരനർത്ഥം വന്നപ്പോൾ തനിക്കൊരനർത്ഥം ഉണ്ടായാലും അവനെ കൈവിടാതെ അവനെ ഉണർത്താൻ വേണ്ടി യഹൂദയിലേക്ക് നടന്നു ചെന്നവനാണ് യേശു. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? നിന്റെ അനർത്ഥത്തിൽ യേശു നിന്നെ കൈവിടുകയില്ല. മാത്രമല്ല, കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരിമാര് അവിടെ കരഞ്ഞു നിപ്പുണ്ട്. ആ സ്നേഹമുള്ള സഹോദരിയോട് കല്ലെന്ന് മാറ്റാൻ പറഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞ വാക്ക് ഓർക്കുന്നോ? ഗുരു, നാറ്റം വച്ചിരിക്കുന്നു. മനസ്സിലാക്ക്, ഇത്രയൊക്കെ ഉള്ളു സ്നേഹം. ഒരൽപ്പം നാറ്റം വെച്ച് കഴിയുമ്പോൾ ഏറ്റവും സ്നേഹമുള്ളവരും നാറ്റം വെച്ചെന്നും പറഞ്ഞ് പുറമോട്ട് മാറും. ഉള്ളതിനൊക്കെ കൂടുതൽ നാറ്റം ഉണ്ടെന്ന് പറഞ്ഞു വരുത്തുകയും ചെയ്യും. സ്നേഹിക്കുന്നവർ പോലും നാറ്റം വെച്ചപ്പോൾ പിൻവാങ്ങിയിട്ടും യേശു മുന്നോട്ട് എന്ന് പറയുന്നത്, ലാസറേ, നീ പുറത്ത് വരിക. ഇന്ന് രാത്രി മനസ്സിലാക്ക്, സ്നേഹിച്ചവർ നാറുന്നെന്ന് പറഞ്ഞ് മാറി നിന്നാലും മാറിപ്പോന്നവനല്ല യേശു. നിന്റെ ഏത് നാറിയ അവസ്ഥയിലും വീണ്ടും നിന്നെ സൗരഭ്യമാക്കി മാറ്റാൻ, വീണ്ടും നിനക്ക് ജീവൻ തന്ന് പ്രത്യാശ തന്ന് നിന്റെ കെട്ടഴിച്ചു വിട്ട് നിന്നെ പുറത്തു കൊണ്ടിരുന്ന അനർത്ഥത്തിൽ നിന്നെ സഹായിക്കുന്നവനാണ് യേശു. 27 സങ്കീർത്തനം പറയുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അനർത്ഥത്തിൽ അവൻ കൈവിടത്തിലെന്ന് മാത്രമല്ല, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കുന്നവനാണ്. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. ശ്രദ്ധിക്കണേ, പഴയ നിയമത്തിൽ മഹാപുരോഹിതന് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഭയത്തോടെ കയറി ചെല്ലാവുന്ന ഇടമാ തിരുനിവാസം. പക്ഷേ ഒരു പുതിയ നിയമ ഭക്തന് ഇന്നുള്ള ഉറപ്പെന്നാന്നറിയാമോ? ഒരനർത്ഥമുണ്ടാകുമ്പോൾ എവിടെ നിന്നെ ഒളിപ്പിക്കുന്നെന്നറിയാമോ? പ്രാകാരത്തിലല്ല, കൃപാസനത്തോട് അടുത്ത് കൊണ്ടുവന്ന് നിന്നെ ഒളിപ്പിക്കുന്ന
ഒരു യേശുവാണ്. നമുക്കൊരു ഒളിസങ്കേതം ഉണ്ടാകേണ്ടതിനല്ലയോ ഈ കൃപാസനത്തിലോട്ട് ഓടി ഒളിക്കാൻ ഒരു വഴി തുറക്കേണ്ടതിനല്ലയോ കാൽവറിയിലെ ക്രൂശിൽ തന്റെ ദേഹമെന്ന തിരശീല രണ്ടായി കീറിക്കൊണ്ട് ജീവനുള്ള ഒരു പുതിയ വഴി തുറന്നത് നിന്റെ അനർത്ഥത്തിൽ കൃപാസനത്തിലേക്ക് ഓടിച്ചെല്ലാനാ. അവിടെ നമുക്ക് ഒരിടത്താവളമുണ്ട്. ക്രൂശിന്റെ മറവിൽ നമ്മെ ഒളിപ്പിക്കുന്നവനാണ്. മോശയോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, മോശേ, നീ ആ പാറമേൽ നിൽക്കണം. എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി എൻ്റെ കരം കൊണ്ട് നിന്നെ മറയ്ക്കും. ഇന്ന് രാത്രി പ്രിയ സഹോദര സഹോദരി, യേശു നിന്നെ മറയ്ക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? അവൻ അടിക്കപ്പെട്ട പാറ പിളർന്ന് എന്തിനാണെന്നറിയാമോ? നമ്മെ ഒളിപ്പിക്കാൻ. ആ പാറയുടെ പിളർപ്പിൽ നമ്മെ ഒളിപ്പിച്ചിട്ട് ശത്രു കാണാതെ, ദുഷ്ടൻ കാണാതെ, ദുഷ്ടപിശാച് നിന്നെ തോണ്ടാതെ അവന്റെ കരം കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കാമോ? നീ എവിടെ ഇരിക്കുന്നെന്ന് ഉറപ്പുണ്ടോ? അവന്റെ ചങ്ക് കീറി ഉണ്ടാക്കിയ ഒളിനീടത്തിൽ നമ്മെ സൂക്ഷിച്ച് അവന്റെ കരം കൊണ്ട് മറച്ച് നമ്മെ സൂക്ഷിക്കുന്ന, അനർത്ഥത്തിൽ നമ്മെ സൂക്ഷിക്കുന്ന ഒരു യേശു എൻ്റെ സ്നേഹിതനാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എൻ്റെ സ്നേഹിതൻ എൻ്റെ അനർത്ഥത്തിൽ എന്നെ ഒളിപ്പിക്കുന്നവനാണ്. ക്രൂശിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു മറവിടമാണ്. ആ ക്രൂശിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദുഷ്ടൻ തൊടാതെ വണ്ണം അവൻ്റെ കൈ കൊണ്ട് അവൻ മറയ്ക്കുന്നവനാണ്. ഉത്തമഗീതത്തിൽ നാം വായിക്കുന്നത്, പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഒളിഞ്ഞിരിക്കുന്ന എൻ്റെ പ്രാവേ. എവിടാ നമ്മെ ഒളിപ്പിച്ചിരിക്കുകയെന്നറിയാമോ? തൻ്റെ സഭയാകുന്ന പ്രാവിനെ ഒളിപ്പിച്ചിരിക്കുന്നത് ഈ പാറയുടെ പിളർപ്പിൽ ഒളിപ്പിച്ചിരിക്കുകയാണ്. ഈ പാറയുടെ പിളർപ്പിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ദുഷ്ടജീവിക്കും ഈ പ്രാവിനെ പിച്ചി ചീന്താൻ പറ്റുകയില്ല. ഇന്ന് രാത്രി ഉറപ്പോട് വിശ്വാസത്തോടെ പറയട്ടെ, കഴിഞ്ഞ ഒരു വർഷം മുഴുവനല്ല, യേശുവിനെ സ്വീകരിച്ചത് മുതൽ ഇന്ന് വരെ പിശാച് തൊടാതെ നമ്മെ ആ പാറയുടെ പിളർപ്പിൽ യേശു സൂക്ഷിച്ചില്ലയോ? ആ പാറയുടെ പിളർപ്പിൽ കടുംതൂക്കിന്റെ മറവിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു നല്ല സ്നേഹിതനാണ് ദൈവപുത്രനായ യേശു. ചിലപ്പോഴൊക്കെ പിശാച് നമ്മുടെ ഉള്ളിൽ സംശയം കൊണ്ടുവരും. ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ടോ? ഈ പറയുന്ന പോലുള്ള സ്നേഹമുണ്ടോ? മലാഖി പ്രവചനത്തിൽ പിന്മാറ്റത്തിലായ യഹൂദന്മാർ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നുവെന്ന് ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് ഒരു സംഭവം കൂടെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ ഉറപ്പ് തരുന്നൊരു സംഭവം ഓർപ്പിക്കാം. പ്രവാചകനായ ഹോശയ്യായോട് ദൈവം പറഞ്ഞു, നീ പോയി പരസംഗത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. അവൾക്ക് പരസംഗത്തിൽ ജനിച്ച കുട്ടികളെ നീ സ്വീകരിച്ച് വളർത്തണം. പ്രവാചകൻ പോയി വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ, ഗോമറിനെ വിവാഹം കഴിക്കുന്നു. അവനിൽ അവൾക്ക് കുട്ടികളുണ്ടാകുന്നു. പ്രവാചകൻ അവളെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നു, അവൾക്ക് വേണ്ടി എല്ലാം കരുതുന്നു. പക്ഷേ അവൾ പിന്നെയും പ്രവാചകനോട് പിണങ്ങി അവളുടെ പഴയ കാമുകന്മാരുടെ കൂടെ, ജാരന്മാരുടെ കൂടെ ചുറ്റിക്കറങ്ങുകയാണ്. അവിഹിത ബന്ധത്തിലൂടെ അവളിങ്ങനെ സഞ്ചരിക്കുകയാണ്. പക്ഷെ ദൈവം ഹോശയ്യായോട് പറഞ്ഞു, നീ അവളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അവൾ ജാരന്മാരുടെ പുറകെ പോയാലും നിന്റെ സ്നേഹം കുറയരുത്. നീ അവളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. കാലങ്ങൾ കഴിഞ്ഞു. ഗോമറിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ട് ഈ സ്ത്രീയെ ആർക്കും വേണ്ടാതായി.
ആർക്കും വേണ്ടാതായപ്പോൾ അവളെ വെച്ചുകൊണ്ടിരുന്നവർ ഇവളെ അടിമച്ചന്തയിൽ ഒരടിമയായി വിൽക്കുവാൻ തീരുമാനിച്ചു. ആ സമയത്ത് ദൈവം ഹോശയ്യാ പ്രവാചകനോട് പറയുന്നത് എങ്ങനെയാണ്? നീ പോയി അവളെ അടിമച്ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങണം. സ്വന്തം ഭാര്യ പിഴച്ച് ജാരന്മാരുടെ കൂടെ പോയി ആയുസ്സും ആരോഗ്യവും സൗന്ദര്യവും നശിച്ച് ആർക്കും വേണ്ടാതായിട്ട് അവസാനം ചന്തയിൽ ലേലത്തിന് വെക്കുമ്പോൾ അവളുടെ ഭർത്താവായ ഹോശയ്യ ആ ലേലത്തിൽ പങ്കെടുക്കാൻ ചെന്നു. ഓരോരുത്തർ ലേലത്തുക പറഞ്ഞപ്പോൾ ആരും പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരു തുക പറഞ്ഞ് 15 ശെക്കൽ വെള്ളിയും 1.5 ഹോമർ യവവും പറഞ്ഞ് ലേലം ഉറപ്പിച്ച് അവളെ സ്വന്തം ഭർത്താവ് അടിമച്ചന്തയിൽ നിന്നും ലേലം വിളിച്ച് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അതല്ലയോ കാൽവറിയിലെ ക്രൂശിൽ നടന്നത്? ദൈവത്തോടുള്ള സ്നേഹം ത്യജിച്ചു കളഞ്ഞ് ദൈവത്തോട് തെറ്റി പാപത്തിന്റെ ചന്തയിൽ അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടവരായ നമ്മെ പിശാചിന്റെ പാപച്ചന്തയിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയത് യേശുവല്ലയോ? വേറെ ആരെങ്കിലും നമുക്ക് വില കൊടുക്കാനുണ്ടായിരുന്നോ? ആർക്കും വേണ്ടാതെ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട നമ്മളെ യേശു കാൽവറിയിൽ ഹോശയ്യ കൊടുത്ത 15 ശെക്കൽ വെള്ളിയല്ല കൊടുത്തത്, 30 ശെക്കൽ വെള്ളിയുമല്ല കൊടുത്തത്. മറിച്ച് തന്റെ ചങ്കിലെ മുഴുച്ചോരയെ ഊറ്റിക്കൊടുത്ത് പാപത്തിന്റെ അടിമച്ചങ്ങലയിൽ തന്തയിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങിയ സ്നേഹിതനാണ് ദൈവപുത്രനായ യേശു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ആ പാപച്ചന്തയിൽ നിന്ന് വില കൊടുത്ത് നമ്മെ വാങ്ങുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടി ഇത്ര വലിയൊരു വില കൊടുക്കുവാൻ ദൈവത്തിന് മനസ്സായല്ലോ. ഇനി സംശയമുണ്ടോ ദൈവത്തിന് സ്നേഹമുണ്ടെന്ന്? കൊടുക്കാവുന്ന ഏറ്റവും വലിയ വില തൻ്റെ ഏകജാതനായ പുത്രന്റെ അവസാനത്തുള്ളി ചോര വരെ ഊറ്റിക്കൊടുത്ത് എന്നെ വില കൊടുത്ത് വാങ്ങിയ സ്നേഹിതനാണ് ദൈവപുത്രനായ യേശു. ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, യേശു ക്രൂശിലൂടെ എനിക്കൊരു സ്നേഹിതനായി എന്ന് മാത്രമല്ല, ക്രൂശിലൂടെ അനേക സ്നേഹിതരെ നൽകുകയും ചെയ്തവനാണ് യേശു. ലോകത്ത് നമുക്ക് പല സ്നേഹിതരുണ്ട്, ബന്ധുക്കളുണ്ട്, മിത്രങ്ങളുണ്ട്. പക്ഷെ ആ സ്നേഹവും ബന്ധവുമെല്ലാം ഈ ലോകം കൊണ്ട് തീരും, ഈ ആയുസ് കൊണ്ട് തീരുന്ന ബന്ധമേ ഉള്ളൂ. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ക്രൂശിൽ നിന്ന് കിട്ടിയ ചില ബന്ധങ്ങളുണ്ട്. അത് ഇവിടം കൊണ്ട് തീരുന്ന ബന്ധമല്ല. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ക്രൂശിന് അരികെ നിന്ന തൻ്റെ അമ്മയെയും തൻ്റെ സ്നേഹിതനായ യോഹന്നാനെയും നോക്കി പറഞ്ഞ വാക്കുകൾ ഓർപ്പിക്കട്ടെ. ക്രൂശിൽ കിടന്നുകൊണ്ട് തൻ്റെ അമ്മയോട് യേശു പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. വേറെ ആരും നോക്കാനില്ലായിരുന്ന അമ്മയ്ക്ക് ക്രൂശിൽ വച്ച് ഒരു മകനെ കിട്ടി. ക്രൂശിൽ വച്ച് യോഹന്നാൻ ഒരു അമ്മയെ കിട്ടി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ലോകത്ത് നമ്മുടെ അമ്മയപ്പന്മാരും എല്ലാം ഈ ലോകം കൊണ്ട് ബന്ധം തീരും. പക്ഷെ ക്രൂശിൽ വെച്ച് കിട്ടിയ ബന്ധങ്ങളുണ്ട്. അത് നിത്യത മുതൽ നിത്യത വരെ തുടരുന്നതാണ്. ഇന്ന് നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ഈ സഹോദരി സഹോദരന്മാരുണ്ടല്ലോ, ഈ മാതാപിതാക്കളുണ്ടല്ലോ, ഇതെല്ലാം ക്രൂശിൽ കൂടെ ദൈവം നമുക്ക് തന്ന ബന്ധങ്ങളാണ്. നന്ദിയോടെ പറയാം, പലപ്പോഴും നമുക്കൊരാവശ്യമുണ്ടാകുമ്പോൾ, ഒരനർത്ഥമുണ്ടാകുമ്പോൾ നമ്മുടെ അമ്മയും അപ്പനും ആയിരിക്കും ആദ്യം ഓടി വരുന്നത്. കൂട്ടുവിശ്വാസികളായിരിക്കും, സഹോദരി സഹോദരന്മാര്, ബന്ധുക്കളായിരിക്കില്ല കൂടുതൽ പ്രാർത്ഥിക്കുന്നത്.
കൂട്ടുവിശ്വാസികളായിരിക്കും. നമുക്ക് വേണ്ടി ഉപവസിപ്പാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, നമുക്ക് വേണ്ടി കണ്ണീരൊപ്പാൻ ക്രൂശിലൂടെ ലഭിച്ചിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഓർത്ത്, അമ്മയപ്പന്മാരെ ഓർത്ത്, ആ ബന്ധങ്ങളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? ക്രൂശിലൂടെ എനിക്കൊരു സ്നേഹിതനെ മാത്രമല്ല കിട്ടിയത്, എനിക്ക് ചുറ്റുമായിരിക്കുന്ന നിങ്ങളെയെല്ലാം എൻ്റെ സ്നേഹിതരായി എനിക്ക് കിട്ടിയത് കാൽവറി ക്രൂശിലൂടെയാണ്. നിങ്ങളെൻ്റെ സഹോദരന്മാരായത് ക്രൂശിലൂടെയാണ്. നിങ്ങളെൻ്റെ സഹോദരിമാരായത് ക്രൂശിലൂടെയാണ്. നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്ന സ്നേഹിതനായി യേശുവിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ യേശു തന്ന സ്നേഹബന്ധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുവരെ ഈ യേശുവുമായി ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടാത്ത ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ, കാരണം കൂടാതെ നിത്യത മുതൽ നിത്യത വരെ സ്നേഹിക്കുന്ന ഈ യേശുവിനെ ഇന്ന് രാത്രി നിങ്ങളുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാക്കി തീർക്കണമേ. ക്രൂശ് എനിക്കെന്ത് തന്നെന്ന് ചുരുക്കി പറയാം. ക്രൂശ് ചുറ്റും നിന്ന പടയാളികൾക്ക് ഒരു ജോഡി ഉടുപ്പ് കൊടുത്തു. ക്രൂശ് യൂദയ്ക്ക് 30 വെള്ളിക്കാശ് കൊടുത്തു. ക്രൂശ് പരദേശിക്ക് ഒരു ശവക്കോട്ട കൊടുത്തു. അതെ, ക്രൂശ് മുഖാന്തരം പരദേശിക്ക് ഒരു ശവക്കോട്ടയും പടയാളിക്ക് ഒരു ജോഡി ഉടുപ്പും യൂദയ്ക്ക് 30 വെള്ളിക്കാശുമാ കിട്ടിയെങ്കിൽ എനിക്ക് ക്രൂശ് തന്നത് ഒരു രക്ഷകനെ കിട്ടി, ഒരുറ്റ സ്നേഹിതനെ കിട്ടി. ഇന്ന് രാത്രി ക്രൂശിലൂടെ ആ സ്നേഹിതനുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുണ്ടോ? ക്രൂശ് നൽകുന്ന ആ സ്നേഹിതനെ ഇന്ന് രാത്രി ജീവിതത്തിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായി തെരഞ്ഞെടുക്കുമോ? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു. അനർത്ഥ ദിവസത്തിൽ ഒരു സഹോദരനായി മാറുന്ന ഈ നല്ല സ്നേഹിതനെ തന്ന ദൈവത്തിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.
തോട്ടം